പൊതുജനങ്ങൾ അറിയാൻ, പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന്, ഇപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നതാണ്. കോഴിക്കോട് നിന്ന് ഒരു ടോള് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കാസർഗോഡ് നിന്നാണ് ശരിക്കും വരുന്നത്. എൻ്റെ കൂട്ടുകാരൻ എന്നെ കൂട്ടാൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് കോഴിക്കോട് നിന്ന്. വടകര കഴിഞ്ഞ് നാദാപുരം കഴിഞ്ഞിപ്പോൾ. അപ്പോൾ ഒരു ടോൾ ഇപ്പോൾ കോഴിക്കോട് കൊടുത്ത്, റോഡിൻ്റെ അവസ്ഥ ഇത്. ടോൾ കൊടുക്കുന്നത് എന്തിന് ടോൾ കൊടുക്കുന്നത് നമുക്ക് തന്നെ അറിയുന്നില്ല, വാങ്ങുന്ന അവർക്കും അറിയുന്നില്ല. എന്തിന് നമ്മൾ ടോൾ വാങ്ങുന്നത്? റോഡിന്റെ പണി കഴിയാതെ റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ്? നമുക്ക് വണ്ടിയും പണിയെടുപ്പിക്കണം, അതിൻ്റെ ഇടയിൽ ടോളിന് പൈസ കൊടുക്കണം. എന്ത് നിയമം ഇത്? അത് ഒരു പോക്കിന് വൺ സൈഡ് 162 രൂപ, അത് തിരിച്ചു വരുമ്പോ 162, 322 രൂപ, 24 രൂപ. അപ്പൊ എന്താ അവസ്ഥ? റോഡിന്റെ അവസ്ഥ ഇത്. ഈ റോഡിന് ആരും ടോൾ കൊടുക്കണവരോ? കാസർഗോഡ് നിന്ന് കോഴിക്കോടുള്ള റോഡ്, അതിനപ്പുറം പോയിട്ട് അറിയണേ ബാക്കി സംഭവം. അതിനിടയ്ക്ക് ഇപ്പൊ 2 ടോൾ വരുമ്പോ അടിച്ച് ഒന്നേടെ അടിച്ച അല്ല വരുമ്പോ കാലത്ത് വരുമ്പോ ഒന്ന് മായി കഴിഞ്ഞപ്പാടൊന്ന് അടിച്ച്, പിന്നൊന്ന് കോഴിക്കോട് നിന്ന് വിട്ടിട്ട് കോഴിക്കോട് എത്തുന്നത് വെട്ടിച്ചിറ ടോൾ പ്ലാസയില്ല. അവസ്ഥ ഇത് റോഡിന്റെ. അതാ അപ്പൊ നമുക്ക് പ്രതികരിക്കാം. അത് നമുക്ക് പ്രതികരിക്കണം. പിന്നെ ഞങ്ങോട്ട് റോഡ് ടാക്സ് അടിച്ചിട്ട് വണ്ടി ഓട്ടുന്ന ടാക്സ് കൊടുക്കുന്നതിന് ഞാൻ ചോദിക്കുന്നത്. റോഡില്ല, റോഡ് ടാക്സ് എടുക്കുന്നത് 15 കൊല്ലത്തേക്ക്. അതിന്റെ മീത്ത ടോളും ഉണ്ട്. ഇത് അനീതിയാണ് ടോൾ ഉണ്ടാക്കുന്നത്. 15 കൊല്ലത്തേക്ക് റോഡ് ടാക്സ് അടിച്ചിട്ടാണ് ഷോറൂം വണ്ടി ഇറക്കിട്ട് വണ്ടി ഓട്ടുന്നത്. റോഡ് ഫുൾ ആയിട്ട് ഒരു മാന്യമായ റേറ്റ് മേങ്ങട്ട് എത്ര റേറ്റ് പോവാനും വരാൻ. അപ്പൊ ഒരു സാധാരണ വണ്ടിയിൽ എത്ര ഇതെല്ലാം ഒരു അന്യായമാണ്, അനീതിയാണ്, ജനങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരമായ അനീതിയാണ്. കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, കേരള രണ്ടുപേർക്കും ഉണ്ട്. ടാക്സ് പോകുന്നുണ്ടല്ലോ, രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ ഞമ്മ പിന്നെ വണ്ടി മേങ്ങുമ്പോ റോഡ് ടാക്സ് എന്നുള്ളത് കുറക്കാൻ പറയാം, റോഡിൽ കൊടുത്തോളാം. അതെ, ടോളിൽ കൊടുത്തോളാം പൈസ. വെറുതെ റോഡ് ടാക്സും കൊടുത്തിട്ട് ആകെ 5-6 കൊല്ലം ചെയ്യാൻ പറ്റില്ല. അനീതിയാണ്. വണ്ടിക്കും പണി വരണോ? അതിന്റെ മീത്ത് ഇത് ഈ റോഡിൽ ഓട്ടുന്ന തന്നെ വണ്ടിക്ക് പണി. അതിന്റെ മീത്ത് ഇവർക്കും ടോളിനും പൈസ കൊടുക്കണം. അപ്പൊ ജനങ്ങൾ അപ്പൊ എവിടുന്ന് പൈസ ഉണ്ടാക്കണ്ട? അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ സാധാരണ പോലെ നമ്മളെ പോലെ ജനങ്ങൾ എന്ത് ചെയ്യും? ഇല്ലെങ്കിലേ ചെലവ് കൂടുതൽ, പെട്രോള് മറ്റത്. അതിന്റെ മീത്ത ഈ ടോളും വേറെ. അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തന്നെ 500 രൂപ ചെലവ്. കോഴിക്കോട്ടേക്ക് പോയിട്ട് കാസർഗോഡേക്ക് പോകാൻ 500 കൂടുതലാവൂടാ. 362 കൂടുതലാവും. 100 ആടെ ഒരു 92 സംതിങ് ഉണ്ട് അവിടെ. അത് 100 600 രൂപ ആണോ നമുക്ക് ടോള് മാത്രം കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകാൻ. അതെ 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 അതെ. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ട് പോകുന്നത്. അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ നോക്ക്. ഈ റോഡിനെല്ലാം പൈസ കൊടുക്കേണ്ടതാ ഫുള്ളായിട്ട് മെയിൻകോ. ഇത് പകുതിക്ക് വെച്ചിട്ട് ലൈറ്റ് പോലെ രാത്രിയിൽ പോകും വണ്ടി എന്തായിരിക്കും? അടുക്കാണ്ട് പോകാനും കഴിയുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഗവൺമെന്റിന്റെ അവസ്ഥ തന്നെയല്ലേ? ഏത് ഗവൺമെന്റ് വന്നാലും, ഏത് ഗവൺമെന്റ്, നമ്മ ഏത് പാർട്ടിന്റെ ആൾക്കാരല്ല, പക്ഷെ പറയാനുള്ള ന്യായത്തിന്റെ പറയും.